ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നോക്കാം. അല്ലെങ്കിൽ എന്നാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ പൈൽ സെലക്ഷൻ നടത്താം. താങ്ക് യു. ഇവിടെ വന്നിട്ട് ദ ഡ്രീമറാണ്, ഫൂളിൻ്റെ എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ റീഡിംഗ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ദ ഡ്രീമറാണ്. ഓക്കെ, ഫൂളിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡ്രീം ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കൊരു ന്യൂ സ്റ്റാർട്ടാണ്, പുതിയ തുടക്കമാണ്. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടിറങ്ങുന്ന ഒരു ടൈം പീരീഡാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ ഫിയർ, പേടി അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു ലിമിറ്റ് പുഷ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, അതായത് ലീപ്പ് ഓഫ് ഫെയ്ത്തിൻ്റെ എനർജി എടുത്തിട്ട് വിശ്വാസം കൊണ്ടിട്ട്, നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടിട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ഡോഗ് സ്പിരിറ്റ് വന്നിട്ടുണ്ട്. ലോയൽ ആയിട്ടുള്ള ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ആയിരിക്കാം. ഓക്കെ, അതിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്കേഞ്ചൽ മെഡട്രോണിൻ്റെ എനർജിയും. ഓക്കെ, എഗെയിൻ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രേയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഗൈഡൻസ്, എന്തെങ്കിലുമൊക്കെ മെസ്സേജ്, എന്തെങ്കിലുമൊക്കെ ഒരു അറിയിപ്പ്, ന്യൂസ് ആയിരിക്കാം കുറച്ച് പേർക്ക്. അത് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ ഡ്രീംസിനെ കുറിച്ചിട്ട് കുറേ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയും ആകാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് നേടേണ്ടത്, അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയും ആകാം. ഓക്കെ, ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിലോട്ടൊക്കെ കുറച്ച് പേര് പോകുന്നുണ്ടാകാം. നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. താങ്ക് യു. ഇവിടെ വന്നിട്ട് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഒത്തിരി ഗുഡ് ലക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രാവലും കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ടായിരിക്കാം, ന്യൂ പ്ലേസിലായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ള പ്ലേസ്, എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ യെല്ലോ കളർ കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജിയും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, 5 ഓഫ് കോയിൻസ്, ക്യൂൻ ഓഫ് സോഡ്സ്. ഇന്നത്തെ ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ തിങ്കിങ്ങിൽ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു പോസിറ്റീവ് എനർജിയിലിരുന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഒരു ഫ്രണ്ടിൻ്റെ എനർജി ആയിരിക്കാം. ഒത്തിരി ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊന്നൊരു ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് തനിച്ചിരിക്കണം, തൻ്റേതായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു ക്യൂൻ ഓഫ് സോഡ്സ് വന്നിട്ട് ഹയർ പവറിലുള്ള ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ മാനേജേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജിയുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, അവരുടെ എനർജി ചിലപ്പോൾ നിങ്ങളെ ഒരു ലോ വൈബ്രേഷനിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
കുറച്ച് പേർക്ക് ഇത് ലോ ആൻഡ് ഓർഡർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ന്യൂസ് ആയിരിക്കാം, ഇത് വേൾഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ചുറ്റും നടക്കുന്ന എന്തെങ്കിലും സംഭവത്തെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം. അതും നിങ്ങളെ ഒരു എന്താ പറയുക, ഒരു ലോ എനർജിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുള്ളാകുക. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ചുറ്റും ഹെൽത്തി ബൗണ്ടറി, എന്ത് എനർജി സ്വീകരിക്കണം അതിൽ കുറച്ചും കൂടെ കോൺഷ്യസ് ആകാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ബോഡിയെ കുറിച്ചിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം. പെട്ടെന്ന് ടയേർഡായി പോവുക, ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുള്ളാകാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കണ്ടോ, ബാലൻസ് വന്നിട്ടുണ്ട്, ടെമ്പറൻസ് വന്നിട്ട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ എനർജീസ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മെൻ്റൽ സ്റ്റേറ്റിലും ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതും കുറച്ച് കെയർഫുള്ളാക്കുക. ഈ ഒരു ടവറിൽ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂസ് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ് സംഭവിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് അതിനെ അഭിമുഖീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ജസ്റ്റിസ് ആണ്, നീതി. ഓക്കെ, അഗെയിൻ ആ ഒരു ഇൻ ആൻഡ് യാങ്ങിൻ്റെ എനർജി ബാലൻസ് ആണ് കാണിക്കുന്നത്. ആരോടും ഫേവറിസം കാണിക്കാതിരിക്കാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഇന്നത്തോട്ടുള്ള. താങ്ക് യു. കുറച്ച് പേർക്ക് എനിക്ക് ഗ്രാജുവേഷൻ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്കുള്ള. താങ്ക് യു. ഇമാജിനേഷൻ. ഐ എംബ്രേസ് ആൻഡ് നറിഷ് ദ ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് മൈ മൈൻഡ്. ഈ ഒരു ക്യൂൻ ഓഫ് സോഡ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങളെന്താണ് ഇമാജിൻ ചെയ്യുന്നത്? ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക്. അപ്പോൾ അവിടെയെല്ലാം പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ, വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതുപോലെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഈ ഒരു ക്യൂൻ ഓഫ് സോഡ്സിൽ വന്നിട്ട് കുറച്ചൊരു ബ്ലെൻഡ് ആയിട്ടുള്ള എനർജിയാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എനർജിയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ കാട് കയറി ചിന്തിക്കുന്ന എനർജി ആയിരിക്കാം. ചിലപ്പോൾ അതൊന്നും ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകില്ല. നിങ്ങൾ ഓവറായിട്ട് ഇമാജിൻ ചെയ്ത് ലൈഫിലോട്ട് ആ ഒരു എനർജി കൊണ്ടുവരാതിരിക്കാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്നാണോ റീഡിംഗ് കാണുന്നത് അന്നത്തെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ചൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് പേർക്കിത് എന്തെങ്കിലും ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ എനർജി, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു പെൺകുട്ടിയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കുട്ടികളായിട്ട്, ഗ്രാൻഡ് കിഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ് ആയിരിക്കാം, അവരുടെ പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, അവരെന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുതരുന്ന ഒരു എനർജിയും ആകാം. ഓക്കെ, ഇത് വന്നിട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഹീലിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഒത്തിരി സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഫോർഗീവ്നെസ്സിൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫോർഗീവ് ചെയ്തിട്ട് ആ ഒരു ഡിവൈൻ യൂണിയൻ, ആ ഒരു കുറച്ച് പേർക്ക് ഇത് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും ആകാം. ഓക്കെ, ഇവിടെ ഡോൾഫിൻ്റെ എനർജി വന്നിട്ട് ഒത്തിരി പ്ലേഫുൾ ആയിട്ടുള്ള എനർജി, ഒത്തിരി കളി ചിരി, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പും ഇന്നത്തെ ദിവസം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും സ്പിരിച്വൽ ഇൻസൈറ്റ്സ്, അതായത് ഉൾക്കാഴ്ച, സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളെയും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സമയമായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു കുളിർമ കൊണ്ടുതരുന്ന, ഒരു ഹാപ്പിനെസ് കൊണ്ടുതരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസ്, ഓക്കെ, എന്തെങ്കിലുമൊക്കെ വേർഡ്സ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കാം, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ആയിരിക്കാം. എനിക്ക് സ്നോ ഫ്ലേക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആ ഒരു കുളിർമ, ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഫ്രഷ്നെസ്. ഓക്കെ, വാട്ടറിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോമാണ് സ്നോ വന്നിട്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ഇമോഷണൽ എനർജി. ഓക്കെ, കുറച്ച് പേർക്ക് അഗെയിൻ ആ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് വന്നിട്ട്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2. താങ്ക് യു. കുറച്ച് പേർക്ക് ഗിവ് അപ്പ് ചെയ്യാത്ത ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിട്ടുകൊടുക്കാത്ത ഒരു എനർജി. എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ വേറെ എത്രയൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യത്തില്ല. ഓക്കെ, ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 6 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പാസ്റ്റിലെ ഓൾഡ് ഫ്രണ്ട്സിനെ, ക്ലാസ്മേറ്റ്സിനെ, ഓക്കെ, അല്ലെങ്കിൽ കൊളീഗ്സിനെ മീറ്റ് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജിയും ആകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ നെയ്ബറായിട്ട്, നിങ്ങളുടെ എൻവയറമെൻ്റായിട്ട് കണക്ട് ചെയ്തേക്കുന്ന എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ്സും ആകാം. ഓക്കെ, ഒത്തിരി ഫൺ, ഒത്തിരി എൻജോയ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജി. നിങ്ങൾ കെയർഫുൾ ആകേണ്ടത് ഈ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഓൾറെഡി ഫോർഗീവ് ചെയ്തു, ഓൾറെഡി ലെറ്റ് ഗോ ചെയ്തെങ്കിൽ ആ ഒരു എനർജി റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റീനെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ സംസാരിക്കാനായിട്ട്, തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് കൗൺസിലിംഗ് എടുക്കുന്നത്, ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നിട്ട് ഒരു അഡ്വൈസ് സ്വീകരിക്കുന്നത്, അതെല്ലാം കുറച്ചും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, വാവ്, എഗെയിൻ ആ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ മെയിൻ, എത്രയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ സൊല്യൂഷൻ വന്നിട്ട് ആ ഒരു സ്നേഹമാണ്. ബാക്കിൽ വന്നിട്ട് 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു ഏസ് ഓഫ് കപ്സിൽ വന്നിട്ട് ഇവിടെ ഒരു ട്രാൻസ്ഫറിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ ഒരു പാത്രത്തിൽ നിന്നിട്ട് പുതിയൊരു ബൗളിലോട്ട് ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിംബോളിസമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് കപ്സിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ആയിരിക്കാം, ഏത് തിരഞ്ഞെടുക്കണം. ഓക്കെ, ഒത്തിരി ജഗിൾ ചെയ്യുന്ന എനർജി ആയിരിക്കും. അതുപോലെ തന്നെ 4 ഓഫ് സോഡ്സിലും ഒത്തിരി സ്റ്റക്കായിട്ടുള്ള എനർജി, ഇവിടെ വലിച്ചു കെട്ടി വലിഞ്ഞു മുറുകിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചും കൂടെ ആ ഒരു ഫ്ലോനൊത്ത്, ആ ഒരു ഒഴുക്കിനൊത്ത് നീന്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊത്തിരി ഡിനയലിലോട്ട് പോകാതിരിക്കുക. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങളെപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് വ്യത്യസ്തമായിട്ട്, ഇവിടെ ഏസ് വന്നിട്ട് പുതിയൊരു എനർജിയാണ്, വ്യത്യസ്തമായിട്ട് അതിനെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഷൂയിൽ നിന്നിട്ട്, ആ ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് കുറച്ചൊന്ന് ചിന്തിക്കാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, അതും നിങ്ങൾക്കൊരു ക്ലാരിറ്റി, വ്യക്തത നൽകുന്നതാണ്. കുറച്ചും കൂടെ ആ ഒരു വ്യക്തിനെ എന്തെങ്കിലുമൊക്കെ ഫൊർഗീവ് ചെയ്യാനുണ്ടെങ്കിൽ ഫൊർഗീവ് ചെയ്യാനായിട്ട്, ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് പെട്ടെന്ന് ആങ്കർ ഇഷ്യൂസ് വരുന്നുണ്ട്, പെട്ടെന്ന് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എനർജി പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരുന്നതിന് ശേഷം മെൻ്റൽ ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ഇന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് പേരോട് നിങ്ങളുടെ ആ ഒരു ഓൾഡ് ബിലീഫ് സിസ്റ്റം, പഴയ ഒരു പാറ്റേൺ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊക്രാസ്റ്റിനേഷൻ ആയിരിക്കാം, മടി പിടിച്ചിരിക്കുന്ന എനർജി അല്ലെങ്കിൽ സെയിം ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം കുറച്ചൊന്ന് മാറി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഗ്രീഫാണ്, ഈ ഒരു വിഷമമാണ്. അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള എഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസത്തിലോട്ടുള്ള എഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഡിസിപ്ലിൻ. ഐ ക്യാൻ അക്കംപ്ലിഷ് വാട്ട് ഐ സെറ്റ് മൈ മൈൻഡ് ടു. ഇവിടെ വന്നിട്ട് ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട്, അച്ചടക്കം കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ്റെ എനർജി, മടി പിടിച്ചിരിക്കുന്ന എനർജി, ഓക്കെ, അടുക്കും ചിട്ടയില്ലാതെയൊക്കെ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓർഡർ കൊണ്ടുവരാനായിട്ട്, ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബാക്കിൽ സറണ്ടറും വന്നിട്ടുണ്ട്. ഐ ക്യാൻ റിലീസ് മൈ നീഡ് ടു കൺട്രോൾ. എന്തെങ്കിലും കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓവറായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് നിർത്തുക, അങ്ങനത്തെ എനർജീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ദിവസം വന്നിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു കൺട്രോൾ വന്നിട്ട് നിങ്ങളുടെ ആങ്കർ ഇഷ്യൂസിലായിരിക്കാം. പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ഫ്രസ്ട്രേഷൻ വരിക, ട്രിഗർ വരിക, ഇമോഷണലി അപ്സെറ്റ് ആകുക. ആ ഒരു എനർജി ഒന്ന് കെയർഫുൾ ആകുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.